പ്രൈസ് ദി ലോർഡ്. അഭിഷേകപ്പുഴ എന്ന TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഇന്ന് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ അനിൽ ആറാട്ടുപുഴയാണ്. പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കുക. അഭിഷേകപ്പുഴ എന്ന ഈ TV പ്രോഗ്രാമിലേക്ക് ലോകരാജ്യങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹവും വിടുതലുമായി തീർന്നു എന്ന് ഞങ്ങൾക്ക് അറിയാനിടയായി. ധാരാളം പ്രിയപ്പെട്ടവർ ഞങ്ങളെ വിളിക്കുകയും പ്രാർത്ഥന ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ വിടുതലാണ് ഞങ്ങളുടെ ആഗ്രഹം. ധാരാളം പ്രിയപ്പെട്ടവർ വീണ്ടും വിളിക്കണം. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ആ പ്രിയ കുടുംബത്തെ നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ ഈ പുതിയ വർഷം അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒത്തിരി പേരൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, ദൈവം അവർക്ക് പഠിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപയും കൊടുക്കുവാനായി, ജ്ഞാനവും കൊടുക്കുവാനായി പ്രാർത്ഥിക്കണമെന്ന് ഒത്തിരി പ്രിയപ്പെട്ടവർ മാതാപിതാക്കൾ ഞങ്ങളെ വിളിച്ചു. അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് ഈ പ്രോഗ്രാം കാണുവാണെങ്കിൽ, ഞാൻ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് കരങ്ങളെ കോർത്ത് പിടിക്കണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ലോകരാജ്യങ്ങളുള്ള അനേകർ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പോഴാണ് കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം ഇളകി മറിഞ്ഞത്, വാതിൽ തുറന്നത് പ്രാർത്ഥനയിലാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയ പിതാവേ, ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി, അളവറ്റ വലിപ്പം ഇന്ന് പകലിൽ വ്യാപരിക്കാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത പ്രിയ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു സ്കൂൾ വർഷം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി ദൈവരെ തീർക്കണമേ. കർത്താവെ, ജ്ഞാനാത്മാവിൽ അവരെ നിറയ്ക്കണമേ. അവർ അഭിഷേകമുള്ള കുഞ്ഞുങ്ങളായി മാറട്ടെ. മറ്റുള്ള കുഞ്ഞുങ്ങളിലേക്ക് വ്യത്യസ്തരായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് മാറ്റാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. ടീച്ചേഴ്സിന്, സ്കൂളിന്, മാതാപിതാക്കൾക്ക്, ദൈവസഭയ്ക്ക്, ദേശങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ലോകരാജ്യങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചന സന്ദേശം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി ദൈവം തീർക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നീറുന്നവരുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്, വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്നവരുണ്ട്. ഇന്നത്തെ പകൽക്കാലത്തെ വചനം അനേകർക്ക് ആശ്വാസവും വിടുതലുമാക്കി ദൈവം തീർക്കാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, തുടർന്ന് ദൈവവചനം നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. വചനത്തിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഒരിക്കൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറയുന്നു, നിന്റെ വചനത്തിലെ അത്ഭുതങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന്. വചനത്തിനകത്ത് അത്ഭുതങ്ങളുണ്ട്. വിശ്വസിക്കുമ്പോഴാണ് ഈ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെട്ടു വരുന്നത്. ഇന്ന് പകലിൽ ഒരു വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തി തരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ ഒരുമിച്ച് പങ്കാളികളാകുകയാണ്. ദൈവരാജ്യത്ത് നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ അധികാരികളാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുകയാണ്. പലപ്പോഴും ഈ അധികാരം ദൈവജനം തിരിച്ചറിയുന്നില്ല. ഈ അധികാരം അവർ ഉപയോഗിക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരിക്കൽ ഒരു മലയാളിയായ സഹോദരൻ തന്റെ ഒരു സുഹൃത്ത് ജപ്പാനിലുണ്ട്. ആ ജപ്പാനിലേക്ക് തന്നെ ക്ഷണിച്ചു. അങ്ങനെ ഈ മലയാളിയായ ഈ സഹോദരൻ ജപ്പാനിൽ കടന്നു ചെന്നിട്ട് ഈ ജപ്പാൻകാരൻ ഈ മലയാളിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു. ഒരു വലിയ റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇതിനകത്ത് എല്ലാവിധമായ സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഈ മലയാളികൾ പ്രത്യേകിച്ച് ഇദ്ദേഹത്തോടൊന്നും ചോദിച്ചില്ല. കാരണം ഇദ്ദേഹത്തിനെല്ലാം അറിയാവുന്നൊരു ഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാത്രിയായി, നേരം വളരെ വൈകി. ഇദ്ദേഹത്തിന് നല്ല ഒരു ഭക്ഷണം കഴിക്കണം, കുളിക്കണം, ഒന്ന് വിശ്രമിക്കണം. ഈ ജപ്പാൻകാരൻ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കടന്നുപോയി. ഇദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചില്ല ഈ സൗകര്യങ്ങളൊക്കെ എവിടാണ്.
ആ തണുപ്പുള്ള രാത്രിയിൽ അദ്ദേഹം നന്നായി തണുത്ത് വിറച്ച് ആ റൂമിൽ കഴിച്ചുകൂട്ടി. ഒന്നും കഴിച്ചില്ല, നല്ല വിശപ്പുണ്ട്, ഒന്നും കഴിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രഭാതത്തിൽ ഈ ജപ്പാൻകാരൻ വന്നിട്ട് വാതിൽക്കൽ മുട്ടിയിട്ട് അദ്ദേഹം വാതിൽ തുറന്നു. ജപ്പാൻകാരൻ ആ റൂമെല്ലാം നോക്കിയിട്ട് ചോദിച്ചു, ഇന്നലെ രാത്രിയിൽ നിങ്ങൾ വിശ്രമിച്ചില്ലേ? നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? നിങ്ങൾ കുളിച്ചില്ലേ? ഈ മലയാളിയായ ഈ സഹോദരൻ പറഞ്ഞു, ഈ ഓപ്പൺ റൂമിൽ ഒന്നും ഒരുക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്തില്ല. പെട്ടെന്ന് ജപ്പാൻകാരൻ ഒരു സ്വിച്ച് ഇട്ടു. ആ സ്വിച്ച് ഇട്ടപ്പോൾ ഒരു ബാത്റൂം ഇറങ്ങി വന്നു. വീണ്ടും ഒരു സ്വിച്ച് ഇട്ടപ്പോൾ കിച്ചൺ ഇറങ്ങി വരുന്നു. വീണ്ടും ഒരു സ്വിച്ച് ഇട്ടപ്പോൾ ബെഡ്റൂം ഇറങ്ങി വന്നു. അപ്പോൾ സ്വിച്ച് ഇട്ടപ്പോഴാണ് ഇതെല്ലാം ഇറങ്ങി വന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവമക്കൾക്ക് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. ആ അധികാരം നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളുടെ മേൽ നമുക്ക് ജയമെടുക്കാൻ കഴിയാത്തത്. ഇന്ന് പകൽക്കാലം നാം ആരാണെന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. നാം ആരാണെന്ന് നമ്മൊന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പല പ്രശ്നത്തെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഞാനൊരു വചനഭാഗം പറയട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. കൃപ എന്ന അണിക്കല്ല് ഞാൻ കയറ്റും. ഈ പകൽക്കാലം സൈന്യത്താലല്ല, ശക്തിയാലല്ല, നമ്മുടെ ബലമോ നമ്മുടെ കഴിവോ ഒന്നുമല്ല, പിന്നെയോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളിയെ നേരിടുവാൻ ദൈവം നമുക്ക് ഏൽപ്പിച്ച ഒരു ആത്മീയ അധികാരമുണ്ട്. ആ അധികാരം നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ ആ അധികാരം നമ്മൾ അപ്ലൈ ചെയ്താൽ വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ അഭിഷേകപ്പുഴ എന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറുന്നെന്ന് ഞങ്ങൾക്ക് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അഭിഷേകപ്പുഴ എന്ന ഈ TV പ്രോഗ്രാം അനേകർക്ക് വിടുതലും ആശ്വാസമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള സമയം നമ്മൾ ദൈവവചനത്തിലേക്ക് കടക്കുകയാണ്. ഒരു ദൂത് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടായിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 37-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിറ്റേന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു, ഗുരു, എന്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ എനിക്ക് ഏകജാതനാകുന്നു. ഒരാത്മാവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നവേ നിലവിളിക്കുന്നു. അതവനെ നുരപ്പിച്ച് പിടിപ്പിക്കുന്നു. പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോട് വിട്ടുമാറുന്നു. യേശു കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ താഴ്വരയിൽ ധാരാളം പുരുഷാര് നിൽക്കുകയാണ്. യേശു കർത്താവ് മലയിൽ കയറിയത് പ്രാർത്ഥിക്കാനാണ്. യേശു കർത്താവിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ കൂടുതൽ സമയവും കർത്താവ് പ്രാർത്ഥനയിൽ ചെലവഴിച്ചിട്ടുണ്ട്. രാത്രി മുഴുവനും താൻ പ്രാർത്ഥിക്കും, പകല് തൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കും. അങ്ങനെ രാത്രിയിൽ പ്രാർത്ഥിച്ച ശേഷം പ്രഭാതത്തിൽ ആ താഴ്വരയിലോട്ട് ഇറങ്ങി വന്നപ്പോൾ ധാരാളം പുരുഷാരും വിവിധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ സമീപിക്കുന്നത് അവിടെ കാണുവാൻ കഴിയും. കർത്താവായ യേശു രോഗികളെ സൗഖ്യമാക്കി, കുരുടർക്ക് കാഴ്ച കൊടുത്തു, ചെകിടർക്ക് കേൾവി കൊടുത്തു, മുടന്തനെ സൗഖ്യമാക്കി. അങ്ങനെ വിവിധ പ്രശ്നത്തിൽ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. ധാരാളം പുരുഷാരം യേശു കർത്താവിനെ അനുഗമിക്കുന്നതായിട്ട് ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ധാരാളം പുരുഷാരം. ഒരിക്കൽ കർത്താവ് യേശു ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് 12 സംവത്സരം രക്തസ്രാവക്കാരി ഒരു സഹോദരി യേശുവിൻ്റെ വർത്തമാനം കേട്ടത് അവൾ പറഞ്ഞു. അവൾ ആ ഭവനത്തിൽ ആണ് പറഞ്ഞത്. ആ ഭവനത്തിൽ നിന്ന് പുറത്തു പോകുവാൻ യാതൊരു സാഹചര്യവുമില്ല. എന്നാൽ ഈ വർത്തമാനം അവൾ പറഞ്ഞു തുടങ്ങി. യേശുവിൻ്റെ വാക്ക പറഞ്ഞു തുടങ്ങിയത്. അവൾക്ക് അടുത്ത മുറിയിലേക്ക് പോകുവാൻ ആരോഗ്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ യേശുവിൻ്റെ വർത്തമാനം, അതായത് യേശുവിനെ പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ അവൾക്കൊരു പ്രത്യേക ബലം ലഭിച്ചു. ആ ബലം അവളെ യേശുവിൻ്റെ അരികിൽ എത്തിച്ചു. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. കർത്താവിനെ പറ്റി നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാത്തൊരു ബലം ലഭിക്കും. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ പറയണം, യേശുവിനെ പറ്റി പറയണം. നിങ്ങൾ യേശുവിനെ പറ്റി പാടണം, ആരാധിക്കണം. നിങ്ങളുടെ കിച്ചണിൽ യേശുവിനെ പറ്റി പറയണം. യേശുവേ,
നീ ആരാധനയ്ക്ക് യോഗ്യന, നീ സ്തുതികൾക്ക് യോഗ്യന, നീ ബഹുമാനത്തിന് യോഗ്യന, നീ പുകഴ്ചയ്ക്ക് യോഗ്യന, മറ്റാരിലും ഞങ്ങൾ ആശ്രയിക്കുന്നില്ല, ഞങ്ങൾ യേശുവിൽ ആശ്രയിക്കുന്നു എന്ന് കിച്ചണിൽ പറയണം, നിങ്ങളുടെ ബെഡ്റൂമിൽ പറയണം. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ യേശുവിനെ പറ്റി പറയണം, യേശുവിൻ്റെ വചനം പറയണം, നല്ല പാട്ടുകൾ നിങ്ങൾ പാടണം, നിങ്ങളുടെ വായെ നിങ്ങൾ വിസ്താരത്തിൽ തുറക്കണം. ദൈവം അതിനെ നിറയ്ക്കും. അങ്ങനെ ഈ സഹോദരി പറയുകയാണ്. പറഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിലെ ബ്ലഡ് മുഴുവനും പോയതാ. ഒരു സ്റ്റെപ്പ് അവർക്ക് മുന്നോട്ട് പോകുവാനുള്ള ആരോഗ്യമില്ല. എന്നാൽ യേശുവിനെ പറ്റി പറഞ്ഞപ്പോൾ, യേശുവിൻ്റെ വചനം പറഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. എന്താ സംഭവിച്ചതെന്നറിയാമോ? അവൾ യേശുവിൻ്റെ അരികിലെത്തി. യേശുവിൻ്റെ അരികിൽ അങ്ങനെ എത്താൻ കഴിയത്തില്ല. ധാരാളം പുരുഷാരം ഒന്ന് തൊടുവാൻ, യേശുവിൻ്റെ ഒരു വാക്ക് കേൾക്കുവാൻ ധാരാളം പുരുഷാരം ഇങ്ങനെ തിക്കിത്തിരക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പുരുഷാരം നിൽക്കുന്നു, അതിൻ്റെ നടുവിൽ ശിഷ്യന്മാർ നിൽക്കുന്നു, അതിൻ്റെ നടുവിലാണ് യേശു പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ശരീരം മുഴുവനും രക്തം പോയ അസ്ഥികൂടമായ ഹല്ലേലൂയ ഒരു സഹോദരിയ ഈ പ്രിയമകൾ, ഇവൾ ഈ പുരുഷാരത്തിൻ്റെ നടുവിലൂടെ, ശിഷ്യന്മാരുടെ നടുവിലൂടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, കർത്താവെ, ഈ സഹോദരിക്ക് അതിനു മാത്രം ബലമുണ്ടോ? ഇവിടെ വീട്ടിൽ നിന്ന് ആ പുരുഷാരത്തിൻ്റെ അടുത്ത് എന്ന് ആ പുരുഷാരത്തെയൊക്കെ തട്ടിമാറ്റി, ശിഷ്യന്മാരെയൊക്കെ തട്ടിമാറ്റി യേശുവിൻ്റെ അരികിലെത്തുവാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഒരു കാര്യം വിശ്വസിച്ച് ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിനെപ്പറ്റി നിങ്ങൾ പറയുമ്പോൾ ഇതുവരെ ലഭിക്കാത്ത ഒരു ആരോഗ്യം നിങ്ങൾക്ക് ലഭിക്കും. എന്നെ കേൾക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർക്ക് ആരോഗ്യം നഷ്ടപ്പെട്ട് കാണും. മുന്നോട്ട് പോകാൻ കഴിയാതെ ശരീരത്തിൽ ബലഹീനത ഉണ്ടായിരിക്കാം. എന്നാൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കണം, ശരീരത്തിൻ്റെ ബലഹീനത മാറാൻ പോവുകയാണ്. ഇവിടെ യേശു കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പുരുഷാരം ഇങ്ങനെ തന്നെ കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അപ്പൻ നിലവിളിക്കുകയാണ്. ആ അപ്പൻ നിലവിളിക്കാൻ ഒരു കാരണമുണ്ട്. ഈ അപ്പൻ്റെ, ഈ പിതാവിൻ്റെ ഏകജാതനായ ഒരു മകൻ, വളരെ പ്രതീക്ഷയോടാ ഈ അപ്പൻ ഈ മകനെ വളർത്തിയത്. എന്നാൽ ഇപ്പോൾ താൻ ആകെപ്പാടെ തകർന്നിരിക്കുകയാണ്. തൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു. പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ വളരെ പ്രതീക്ഷയോടാണ് വളർത്തുന്നത്. എന്നാൽ ആ പ്രതീക്ഷ പൂവണിയാറില്ല. ഞാനൊരു ഹോസ്പിറ്റലിൽ സന്ദർശിക്കുന്ന സമയത്ത് ഒരു വലിയ നിലവിളി കേട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു പിതാവ് വളരെ അലറിക്കരയുകയാണ്. ഞാനപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരാളോട് ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകൻ, ഒറ്റ മോനേ ഉള്ളൂ, ഒരു ബൈക്ക് ആക്സിഡന്റിൽ സീരിയസ് ആയിട്ട് ഐസിയുവിൽ കിടക്കുകയാണ്. അപ്പോൾ ആ ഡോക്ടർ ഇറങ്ങി വരുന്നപ്പോൾ ഈ പിതാവ് ആ ഡോക്ടറിന്റെ കരങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കുള്ള സ്വത്ത് മുഴുവനും ഞാൻ താങ്കൾക്ക് തരാം, എൻ്റെ മകനെ ജീവനോട് എനിക്ക് തിരിച്ചു നൽകണം. പെട്ടെന്ന് ആ ഡോക്ടർ ആ പിതാവിൻ്റെ കണ്ണുകളേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കാൻ പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ അടുത്ത ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ആ മകൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അനേക പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്വപ്നങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു കർത്തദാസന്റെ മകൻ കോയമ്പത്തൂരിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ ആ കുഞ്ഞിനെ അവർ വളർത്തിയത്. ഒടുവിൽ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് മറ്റുള്ള കുഞ്ഞുങ്ങൾ അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ ഈ ലോകത്തു നിന്ന് യാത്ര പറഞ്ഞു. ആ പിതാവിനെ എനിക്കറിയാം. വളരെ പ്രതീക്ഷയോടെ ആ കുഞ്ഞിനെ അവർ വളർത്തിയതും പഠിപ്പിക്കാൻ വിട്ടതും. എന്നാൽ ആ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ സഹോദരങ്ങളുടെയോ പ്രതീക്ഷ ആ മകനെ പൂവണിക്കാൻ കഴിഞ്ഞില്ല. ആ മകൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു. അങ്ങനെ എത്രയോ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ തകർന്നിട്ടുണ്ട്. എത്രയോ കുഞ്ഞുങ്ങൾ ബൈക്ക് ആക്സിഡന്റ് തകർന്നിട്ടുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ചില പിതാവിൻ്റെയും മാതാവിൻ്റെയും മുറിവുകൾ, ദുഃഖങ്ങൾ സ്വർഗത്തിലെ ദൈവം മാറ്റാൻ പോവുകയാണ്. ഇവിടെ ഈ പിതാവ് തിരിച്ചറിയുകയാണ്. പിതാവിന് മനസ്സിലായി തൻ്റെ മകനെ ഈ കഷ്ടപ്പെടുത്തുന്നത് മറ്റൊരാത്മാവാണ്. തൻ്റെ മകൻ ഏകജാതന.
ഈ ഏകജാതന ഈ മകനെ കഷ്ടപ്പെടുത്തുന്നത് മറ്റൊരാത്മാവാണ്. ഇദ്ദേഹം പല ഹോസ്പിറ്റലിലും പോയി കാണും, പല മെഡിസിനും തൻ്റെ കുഞ്ഞിന് കൊടുത്തു കാണും. എങ്ങും വിടുതൽ ലഭിക്കാതെ വന്നപ്പോൾ ഒടുവിലാണ് താൻ തിരിച്ചറിയുന്നത് തൻ്റെ മകന് രോഗമല്ല, തൻ്റെ മകനെ അലട്ടുന്നത് മറ്റൊരാത്മാവാണെന്നുള്ള സത്യം താൻ തിരിച്ചറിഞ്ഞു. പല പ്രിയപ്പെട്ടവർക്കും രോഗമല്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ട് രോഗമല്ല. ഇത് നിങ്ങളുടെ മുന്നോട്ടുള്ള ആത്മീയ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന സാത്താന്റെ കയ്യ. സഹോദരി, നിങ്ങൾ രോഗിയല്ല. സഹോദര, താങ്കൾ രോഗിയല്ല. ഇതിന്റെ പിമ്പിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാ. ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുമ്പോൾ ഇരുളിന്റെ മറവിൽ മറഞ്ഞു നിന്ന് പോരാടുന്ന ഇരുട്ടിന്റെ ശക്തികളെ ദൈവത്തിന്റെ ആത്മാവ് കീഴടക്കാൻ പോവുക, അതിനെ തകർക്കാൻ പോവുക. ഏകജാതനായ ഈ മകൻ, നയീം പട്ടണത്തിലെ വിധവയുടെ മകൻ ഏകജാതനാ. ആ വിധവയുടെ മകനും മരിച്ചു. ആ മഞ്ചത്തെ യേശു തൊട്ടു. മഞ്ചത്തിലുള്ള മകൻ ചാടി എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പറ്റി നിങ്ങൾക്കൊരു റെവലേഷൻ വേണം. യേശുവിനെ പറ്റി ഒരു പുതിയ വെളിപ്പാട് വേണം. ഈ അപ്പൻ കടന്നു വന്ന സ്ഥലം ഒരു നല്ല പ്ലേസാണ്. യേശുവിൻ്റെ അടുത്താണ് വന്നേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓടി വരാനുള്ള സ്ഥലം യേശുവിൻ്റെ സന്നിധിയാണ്. അതാണ് ബൈബിൾ പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമല്ല. യേശുവിനെ പറ്റി നിങ്ങൾക്കൊരു വെളിപ്പാട് വേണം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം, 7 പൊൻനിലവിളക്കിന്റെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയ ഒരു യേശു കർത്താവിനെ യോഹന്നാൻ കാണുന്നു. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, അവന്റെ കണ്ണ് അഗ്നിജാലയ്ക്കൊത്തത്, അവന്റെ വായിൽ നിന്ന് ഇരുവാഴ്ത്തുള്ള വാള് പുറപ്പെടുന്നു. ആ യേശുവിനെയാ നമ്മൾ ആരാധിക്കുന്നത്. ആ യേശുവിന്റെ അരിക്കലാണ് നമ്മൾ ഓടി വന്നിരിക്കുന്നത്. ഏതു സമയത്ത് ഓടി വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഒരു വലിയ അവകാശമാണ് ദൈവമക്കൾക്ക് ദൈവം കൊടുത്തത്. ഫിലിപ്പിയ പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളം വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിൻ്റെയും മേലായ നാമം യേശുവിന് നൽകി. പ്രിയപ്പെട്ടവരെ, സകല നാമത്തിനും മേലായ നാമമാണ് നമ്മുടെ യേശുവിൻ്റെ നാമം. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഒരു നാമം, അത് യേശുവിൻ്റെ നാമമാണ്. മറിയയുടെ മടിയിൽ കിടക്കുന്ന ഒരു ഉണ്ണി യേശു അല്ല എൻ്റെ യേശു. ഇന്ന് യേശു രാജാതി രാജാവാ. അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി യേശു പക്ഷപാതം ചെയ്യുകയാണ്. ഈ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അലട്ടുന്ന എല്ലാ ദുരാത്മാവിൻ്റെ മണ്ഡലങ്ങളും കർത്താവ് അഴിച്ചു മാറ്റുകയാണ്. നിന്റെ ഭവനത്തിൽ ഇതുവരെ സമാധാനമില്ലയോ? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷമില്ലയോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിട്ടുമാറാത്ത അസ്വസ്ഥതകളുണ്ടോ? വിട്ടുമാറാത്ത രോഗങ്ങളുണ്ടോ? ചില കുഞ്ഞുങ്ങളെ കൊണ്ട് ചില മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ, എൻ്റെ ദൈവദാസ, ഈ കുഞ്ഞുങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകും, ആ മരുന്ന് കൊടുക്കും, വീട്ടിൽ വരും, അടുത്ത ആഴ്ച പിന്നെയും രോഗം, പിന്നെ ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെ എത്രയോ മാതാപിതാക്കൾ വിട്ടുമാറാത്ത രോഗങ്ങളുമായിട്ട് കുഞ്ഞുങ്ങളുമായി കഴിയുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? വിട്ടുമാറാത്ത ചില രോഗങ്ങളെ ഇന്ന് പകലിൽ കർത്താവ് അഴിച്ചു മാറ്റാൻ പോകുകയാണ്. ഇവിടെ ഈ പിതാവ് പറയുക, മറ്റൊരാത്മാവ് എൻ്റെ മകനെ പീഡിപ്പിക്കുക. ഈ പീഡിപ്പിക്കുന്ന വെച്ചു കഴിഞ്ഞാൽ ഇവനെ ശരീരത്തെ പിടിച്ച് വല്ലാതെ വേദനിപ്പിക്കുക, ഇവൻ അലറിക്കരയുക. തനിക്കറിയത്തില്ല, എപ്പോഴും ഒരു ശക്തി വന്ന് തൻ്റെ ശരീരത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. താൻ അതിവേദന എടുത്ത് കരയുക. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ അവർ നെഞ്ചത്തിടിക്കും, ചിലർ തലമുടി പിച്ചി പറിക്കും, പെട്ടെന്ന് അവരുടെ ശരീരത്തെ മുറിവേൽപ്പിക്കും. ഇവിടെ ഈ മകനെ ചെയ്തതും ഇതേ കാര്യമാണ്. ശരീരത്തെ ദണ്ണിപ്പിക്കുന്ന ഒരു വ്യാപാര ശക്തി. ഈ ശക്തി ഈ മകനിൽ വ്യാപരിക്കുകയാണ്.
ഈ പിതാവിന് മനസ്സിലായി ലോകത്തിൻ്റെ മുമ്പിൽ താൻ ഇനിയും പോയി കൈനീട്ടത്തില്ല, ലോകത്തിൻ്റെ മുമ്പിൽ പോയി ഇനി തലകുനിക്കത്തില്ല. എനിക്ക് സൗഖ്യമാക്കുവാൻ, എൻ്റെ മകനെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരിടമുണ്ടെന്ന് ഈ പിതാവ് തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് യേശുവിൻ്റെ അരിക്കൽ ഈ പിതാവ് വരുന്നത്. എന്നാൽ തൻ്റെ ശിഷ്യന്മാരോട് ഈ വിവരം ഈ പിതാവ് പറഞ്ഞു. യേശുവിനോട് പറയുക, ഈ പിതാവ് പറയുക, നിന്റെ ശിഷ്യന്മാരോട് ഈ വിവരം ഞാൻ പറഞ്ഞു, അവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് യേശു പറയുക, അവിശ്വാസത്തിൻ്റെ വിഷയം കൊണ്ടാ ഈ ശിഷ്യന്മാർക്ക് ഈ മകനെ സൗഖ്യമാക്കാൻ കഴിയാഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷം 9-1 പഠിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ദൈവം ആത്മീയ അധികാരങ്ങൾ കൊടുത്തു. ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും അധികാരം ഇവർക്ക് കൊടുത്തു. എന്നാൽ പിന്നത്തേതിൽ തങ്ങളുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷകൾ ചോരാൻ തുടങ്ങി. എങ്ങനെയാ ചോരാൻ തുടങ്ങിയത്? ഈ സാത്താൻ ശരീരത്തെ ദണ്ഡിപ്പിക്കും. ശരീരത്തെ ചിലരിങ്ങനെ സ്വന്തം ശരീരത്തോട് ദേഷ്യം തീർക്കും. അവരുടെ ശരീരത്തെ മുറിച്ച് അവരുടെ ദേഷ്യം തീർക്കുന്നേ. ഇതെല്ലാം ഇതിൻ്റെ പിമ്പിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക കരമുണ്ട്. ബൈബിളിൽ പറയുന്നു 2 കൊരിന്ത്യർ 4:3-4 അവിശ്വാസിയുടെ കണ്ണ് അവൻ കുരുടാക്കും. എന്തിനാ കുരുടാക്കുന്നേ? തേജസ്സുള്ള യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവിശ്വാസിയുടെ കണ്ണവൻ കുരുടാക്കും. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. കണ്ണ് കുരുടാക്കിയാൽ ഈ സുവിശേഷത്തിന്റെ സത്യം ഗ്രഹിക്കാൻ കഴിയത്തില്ല. അപ്പൊ സാത്താൻ ചെയ്യുന്ന 1, കണ്ണ് കുരുടാക്കും. 2, അവൻ കളവിത്ത് വിതയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ചെറിയ വിഷയത്തിൽ പോലും പോഷ്ക് പറയരുത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിമ്പിൽ വ്യാപരിക്കുന്ന ആരാ? യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, അവൻ പോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു. അപ്പോൾ ഇതിൻ്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ഒരു സാത്താനിക കരമുണ്ട്. ഇവിടെ ഈ വിഷയം ഈ പിതാവ് ആദ്യം താൻ ശിഷ്യന്മാരുടെ മുമ്പിലാണ് ഈ വിഷയം താൻ അവതരിപ്പിച്ച്, തൻ്റെ മകൻ്റെ വിഷയം. എന്നാൽ ശിഷ്യന്മാർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ യേശുവിനോട് ഈ പിതാവ് പറയുക, ശിഷ്യന്മാരുടെ അടുത്ത് ഞാൻ ചെന്നു ഇത് പറഞ്ഞു, അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ യേശു പറയും, അവർക്ക് അവിശ്വാസം നിമിത്തമാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയാഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് അവിശ്വാസം അവരുടെ ഹൃദയത്തിൽ വന്നത്? ഞാൻ വിളിച്ചു പറയട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 9-1 പഠിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് യേശു ആത്മീയ അധികാരം കൊടുത്തു. രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും ഒക്കെ അധികാരം കൊടുത്തു. എന്നാൽ പിന്നത്തേതിൽ അവരുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷകൾ നഷ്ടപ്പെടാൻ തുടങ്ങി. ബൈബിൾ പറയുന്നു 9:45 വായിക്കുമ്പോഴും 9:46 വായിക്കുമ്പോഴൊക്കെ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം ഒന്ന് ഞാൻ പറയാം. അവരുടെ ജീവിതത്തിൽ ഞാനെന്നുള്ള ഭാവം വന്നു. 2, അവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാട് മാറിപ്പോയി. ശമരിയ പട്ടണത്തിൽ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ആ പട്ടണക്കാർ ഇവരെ കൈക്കൊള്ളാത്ത നിമിത്തം പെട്ടെന്ന് ഇവർ പറയുക, ആ പട്ടണത്തെ നശിപ്പിക്കണം, ആ പട്ടണത്തെ കരിച്ചു കളയണമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ യേശു ചോദിക്കുക, നിങ്ങളുടെ ഏത് ആത്മാവിന് അധീനർ എന്നാ ചോദിച്ചത്. പെട്ടെന്ന് ഇവരുടെ അകത്ത് ഈ വിഷയമൊക്കെ കയറി വന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ യേശുവിൻ്റെ അരികിൽ ഈ വിഷയം വന്നു. യേശു ആ മകനെ സൗഖ്യമാക്കി. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയാൻ പോകുന്നത്, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ നീറുന്ന ചില വിഷയങ്ങൾക്ക് ഇന്ന് പകലിൽ യേശു ഒരു സൗഖ്യം തരാൻ പോവുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാനസികമായ പ്രശ്നത്തിലൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ കരം നമ്മളെ തൊടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിലേക്ക് വെളിപ്പാട് ചില ഹൃദയങ്ങളിൽ പകരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കണ്ണുകളെ സാത്താൻ കുരുടാക്കും. കണ്ണുകൾ കുരുടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം തെറ്റും, നമ്മുടെ മുന്നോട്ടുള്ള യാത്ര നഷ്ടപ്പെടും. ശിംശോൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനെ ശത്രു കണ്ണുകൾ പൊട്ടിച്ചിട്ട് അവൻ പിന്നീട് കാണുന്നു ദാഗോന്റെ ക്ഷേത്രത്തിൽ അവൻ മാവ് കുഴയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെടാൻ പാടില്ല.
നമ്മുടെ ദർശനം നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകുന്നത് താഴോട്ട് പോകാൻ പാടില്ല. ഈ പകൽക്കാലം ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഇന്ന് പകലിൽ ഹല്ലേലൂയ ഒരു വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അയക്കുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെല്ലാം അടയ്ക്കാം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ചില മാതാപിതാക്കൾ ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാളുകളായി ഭാരപ്പെടുന്നല്ലോ, നാളുകളായി അവർക്ക് വേണ്ടി കരയുന്നല്ലോ, നാളുകളായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലോ, നാളുകളായി അവർക്ക് വേണ്ടി ഉപവസിക്കുന്നല്ലോ, ദൈവത്തോട് അനേക വിഷയങ്ങൾ അവർ പ്രാർത്ഥിക്കുന്നല്ലോ. എൻ്റെ കുഞ്ഞൊന്നും മടങ്ങി വന്നെങ്കിൽ, എൻ്റെ കുഞ്ഞൊന്ന് ശരിയായിരുന്നെങ്കിൽ എന്ന് അനേക പിതാവ്, അനേക മാതാക്കൾ പ്രാർത്ഥിക്കുന്നല്ലോ. ഇന്ന് പകൽക്കാലം പ്രിയ പിതാവേ, പ്രിയ മാതാവേ, ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ. യോസഫ് അയച്ച രഥം കണ്ട് യാക്കോബ് ചൈതന്യപ്പെട്ടതുപോലെ ചില നന്മകൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഈ ഒരു നന്മ ഞങ്ങളുടെ കയ്യിൽ എത്തുമോ എന്ന് പോലും ചോദിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. ഇന്ന് പൽക്കാലം കർത്താവ് ഒരു ദൂത് പൊളിച്ചു പറയുന്നു. ചില അനുഗ്രഹത്തിന്റെ നന്മകൾ ഈ 2017 ഹല്ലേലൂയ ഏപ്രിൽ മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അയക്കാൻ പോവുകയാണ്. ചില രോഗികളെ കർത്താവ് സൗഖ്യമാക്കാൻ പോവുകയാണ്. ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ള ചില വിഷയങ്ങളെ കർത്താവ് സൗഖ്യമാക്കാൻ പോകുന്നു. കിഡ്നി പ്രോബ്ലം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ശരീരത്തിൽ കിഡ്നിന്റെ പ്രോബ്ലം, അലർജി കർത്താവ് ഇപ്പോൾ സൗഖ്യമാകുന്നു. വിട്ടുമാറാത്ത തലവേദന യേശു സൗഖ്യമാക്കുന്നു. വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ അടിപ്പിടരുകളാൽ ഞാൻ സൗഖ്യമാക്കും. ഇപ്പോൾ തന്നെ ചില പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കുടുംബത്തിനകത്ത് സമാധാനം ദൈവം കൽപ്പിക്കുന്നതിനായി സ്തോത്രം. സന്തോഷം കൽപ്പിക്കുന്നതിനായി സ്തോത്രം. പ്രത്യാശ കർത്താവ് നഷ്ടപ്പെടുത്താത്ത എല്ലാ കുടുംബങ്ങളും പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അടുത്ത ആഴ്ച കർത്താവെ ഒരു പുതിയ അഭിഷേകത്തോടുകൂടി ഞങ്ങളെ നടത്താൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇത്രത്തോളം സമയം നിങ്ങൾ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചതിനായി പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത ആഴ്ച ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.